നമസ്കാരം. 2026 ഏപ്രിൽ 1 തൊട്ട് ബാങ്കിംഗ് മേഖലയിൽ അല്ലെങ്കിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട ലിമിറ്റിന് വലിയ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ് ഈ ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. ഇൻകം ടാക്സിന്റെ പുതിയ നിയമങ്ങൾ പ്രകാരം ക്യാഷ് ട്രാൻസാക്ഷനിൽ ധാരാളം മാറ്റങ്ങൾ വരുന്നു. അവ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പണമിടപാടുകളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏപ്രിൽ 1 തൊട്ട് പുതിയ നിയമം വരുന്നതോടുകൂടി പണമിടപാടുമായി ബന്ധപ്പെട്ട ലിമിറ്റുകൾ, അതായത് ക്യാഷ് ട്രാൻസാക്ഷന് അപ്ലിക്കബിൾ ആവാൻ പോകുന്ന പരിമിതികൾ, ലിമിറ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് A to Z ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. ബോസോലോ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതായിട്ടാണ്. യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ അഡ്വൈസും നമ്മൾ ഇതുവഴി നൽകുന്നില്ല. നിങ്ങൾ ഏത് തരത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ടും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പത്തിക വർഷം ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന പണത്തിന്റെ പരിമിതിയെക്കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഈ ഒരു സെക്ഷനിൽ നമ്മൾ രണ്ട് തരത്തിൽ ഇതിനെ സെക്ഷനാക്കി മാറ്റിയിരിക്കുന്നു. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പാൻ കാർഡ് ഉണ്ടെങ്കിൽ, രണ്ട് പാൻ കാർഡ് ഇല്ലെങ്കിൽ. നിങ്ങൾ ഒരു പാൻ കാർഡുള്ള ഒരാളാണെങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന മാക്സിമം തുക എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കറന്റ് അക്കൗണ്ട് ആണ് ഉള്ളതെങ്കിൽ, നിങ്ങൾ പാൻ കാർഡ് ഉള്ള ആളാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഈസ് 50 ലക്ഷം രൂപ. പാൻ കാർഡ് ഉണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ 10 ലക്ഷം, കറന്റ് അക്കൗണ്ടിൽ 50 ലക്ഷം. ഇതാണ് പുതിയ നിയമം. ഇനി പാൻ കാർഡ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇൻകം ടാക്സിന് 2025 പുതുക്കിയ നിയമപ്രകാരം, അത് 2026 ഏപ്രിൽ 1 തൊട്ടാണ് നിലവിൽ വരാൻ പോകുന്നത്. ഈ ഒരു നിയമപ്രകാരം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട്, ഒരു സാമ്പത്തിക വർഷം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് വെറും 5 ലക്ഷം രൂപ മാത്രമായിരിക്കും. ഇനി അഥവാ പാൻ കാർഡ് ഇല്ലാത്ത ഒരാൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളുടെ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനുശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നിങ്ങൾക്കൊരു നോട്ടീസ് വന്നേക്കാം. അതൊരു പക്ഷേ നിങ്ങളുടെ അഡ്രസ്സിലേക്കായിരിക്കാം, അതല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ മെയിൽ ആയിട്ടോ അയക്കാം. ഇൻകം ടാക്സ് ആക്ടിന്റെ ഏറ്റവും പുതിയ നിയമപ്രകാരമാണ് ഈ ഒരു പുതിയ രീതി ഇംപ്ലിമെന്റ് ആവാൻ പോകുന്നത്. ഇനി വൺസ് നിങ്ങളുടെ ബാങ്ക്, നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തി, നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ല, നിങ്ങൾ ഒരു സാമ്പത്തിക വർഷം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബാങ്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, അതായത് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? വൺസ് ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഇത് വരുന്നത് റൂൾ 237 SFTയുടെ അണ്ടറിലാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നു. ഇങ്ങനെ ഇൻഫർമേഷൻ കൈമാറി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഏറ്റവും വലിയൊരു ചോദ്യം, നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് എന്താണ്? വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് യുവർ മണി? അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് പണത്തിന്റെ സോഴ്സും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ജസ്റ്റിഫിക്കേഷനും, എവിടെ നിന്നാണ് പണം വന്നത്, എങ്ങനെയാണ് ഈ പണം ലഭിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രേഖാസഹിതം നിങ്ങൾ IT ഡിപ്പാർട്ട്മെന്റിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ there is no issues. ആ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ആ ഒരു ഡെപ്പോസിറ്റുമായിട്ട് തുടർന്ന് പോകാം. ഇനി അതല്ല, നിങ്ങൾക്ക് സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റിനെ സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, അത് അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ആയിട്ട് കണക്കാക്കും. അതായത് യാതൊരു തരത്തിലുള്ള രേഖകളും ഇല്ലാത്ത പണമായിട്ട് അതിനെ കണക്കാക്കും. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾ 84% ടാക്സ് കൂടാതെ പെനാൽറ്റിയും അടക്കേണ്ടതായിട്ടുണ്ട്. അതായത് 84% ടാക്സ് കൂടാതെ അതിന്റെ ഒരു പിഴത്തുകയായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. ഇതുപോലുള്ള നോട്ടീസുകളും പെനാൽറ്റികളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലിമിറ്റിനനുസരിച്ച് എപ്പോഴും നിൽക്കാൻ ശ്രമിക്കുക. പാൻ കാർഡ് ഇല്ലെങ്കിൽ ഉടനെ തന്നെ പാൻ കാർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, എന്തുകൊണ്ടായിരിക്കാം ആൾക്കാർ ഇത്രയും വലിയ എമൗണ്ട് പിൻവലിക്കുന്നത്? പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വിവാഹം ഉണ്ടാകാം, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെന്റുകൾ, ആശുപത്രി ചിലവ്, വലിയ ആശുപത്രി ചിലവുകൾ പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഏകദേശം 8 മുതൽ 10 ലക്ഷം രൂപയോളം ഒരു ഹോസ്പിറ്റൽ ബില്ല് ഒരുമിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നു. എന്തായിരിക്കും അവസ്ഥ? അതാണ്, ഒരു പ്രാവശ്യം നമ്മൾ ആശുപത്രി സന്ദർശിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും കാലം സമ്പാദിച്ച പണം പോവാനുള്ള വകുപ്പെല്ലാം അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി എപ്പോഴും നിലകൊള്ളുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആശുപത്രി ചിലവുകളെല്ലാം അത് കവർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് സേവ് ചെയ്ത പണം നഷ്ടപ്പെടുന്നുമില്ല. ഇന്ന് പ്രതിമാസം വെറും 700 മുതൽ 900 രൂപ വരെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗങ്ങൾക്കുള്ള കവറേജും ഇവിടെയുണ്ട്. ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും
പലപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 25ലധികം കമ്പനികൾ ഉണ്ടാകും, അതുപോലെ തന്നെ 100 കണക്കിന് ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ടാകും. പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏത് പ്ലാനാണ് ഏറ്റവും മികച്ചത്, എന്തൊക്കെ കവറേജ് ആണ് അതിൽ നിന്നും ലഭിക്കുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ കവർ ചെയ്യുന്നില്ല വിച്ച് ഈസ് എക്സ്ക്ലൂഡഡ്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് കൺഫ്യൂഷൻ ആളുകൾക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഡിറ്റോ ഇൻഷുറൻസ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സെറോദയുടെ ബാക്കപ്പ് ഉള്ള ഒരു കമ്പനിയാണ് ഇത്. ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷനും ക്ലെയിം സപ്പോർട്ടും ലഭ്യമാണ്. മാത്രമല്ല ക്ലെയിം റദ്ദാക്കപ്പെട്ടാലും നിങ്ങൾക്ക് സഹായം ലഭ്യമാകും. കൂടാതെ നോ സ്പാം കോൾസ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയമെടുത്ത് അത് മാച്ച് ചെയ്യുന്നെങ്കിൽ മാത്രം, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡിറ്റോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ അഡ്വൈസർമാരുമായിട്ട് സംസാരിക്കാൻ പറ്റും. സോ പാൻ കാർഡ് ഉള്ള സമയത്തും പാൻ കാർഡ് ഇല്ലാത്ത സമയത്തും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ വർഷം ഏപ്രിൽ 1 തൊട്ട് വരാൻ പോകുന്ന പുതിയ നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വരാൻ പോകുന്ന മറ്റൊരു പുതിയ നിയമം എന്ന് പറയുന്നത് സെക്ഷൻ 393 പ്രകാരമുള്ള ക്യാഷ് വിഡ്രോവൽ റൂൾസ് ആണ്. അതായത് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. TDS മുഖാന്തരമുള്ള പണം പിൻവലിക്കൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. നിങ്ങൾ ITR ഫയൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ടിന്റെ ലിമിറ്റ് 20 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് TDS കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇനി 1 കോടി രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ 5% TDS ആണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി അതല്ല നിങ്ങൾ റെഗുലർ ആയിട്ട് ITR ഫയൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങളുടെ ടാക്സ് എല്ലാം നിങ്ങൾ അടക്കുന്ന ഒരാളാണെങ്കിൽ 1 കോടി രൂപ വരെ നിങ്ങൾക്ക് പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ 1 കോടി രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2% TDS കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഡക്ട് ചെയ്ത ഈ TDS നിങ്ങൾക്ക് ITR ഫയൽ ചെയ്തുകൊണ്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷനുകളെല്ലാം IT ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഡെപ്പോസിറ്റും വിഡ്രോവലും അല്ലാതെ മറ്റു ചില ക്യാഷ് ലിമിറ്റുകളും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. പലപ്പോഴും ആളുകൾ ഇത് അവർ തന്നെ അറിയാതെ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് വലിയ വലിയ പെനാൽറ്റി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വഴിവെച്ചേക്കാം. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെക്ഷൻ 186 പ്രകാരമുള്ള ക്യാഷ് സെയിൽസ് ലിമിറ്റ്. ഒരു ബിസിനസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഒരു സിംഗിൾ ഡേ നിങ്ങൾക്കൊരു വ്യക്തിയിൽ നിന്നും 2 ലക്ഷം രൂപയിൽ കൂടുതൽ വാങ്ങാൻ സാധ്യമല്ല ക്യാഷ് ആയിട്ട്. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ക്യാഷ് ആയിട്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാങ്ങുകയാണെങ്കിൽ 100% പെനാൽറ്റി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ തന്നെ സെക്ഷൻ 185 ആൻഡ് 188 പ്രകാരം പ്രോപ്പർട്ടി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഒരു പ്രോപ്പർട്ടി ഡീൽ നടക്കുകയാണെങ്കിൽ 20,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ടോക്കൺ അഡ്വാൻസ് ആയിട്ടോ എഗ്രിമെന്റ് എമൗണ്ട് ആയിട്ടോ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ടോ ക്യാഷ് ആയിട്ട് വാങ്ങാൻ സാധ്യമല്ല. നിങ്ങളൊരു പ്രോപ്പർട്ടി ഡീൽ നടത്തുകയാണെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടത് 100% എമൗണ്ട് ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ 50 ലക്ഷം രൂപ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ 50 ലക്ഷം രൂപ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ഡീൽ ക്യാൻസൽ ആവുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ എമൗണ്ട് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 100% പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 185 ആൻഡ് 188 പ്രകാരം ക്യാഷ് ലോണിന് കാര്യത്തിലും ലിമിറ്റേഷൻ ഉണ്ട്. അതായത് 20,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ലോൺ എടുക്കുന്നു, നിങ്ങൾ ക്യാഷ് ആയിട്ടാണ് ലോൺ വാങ്ങുന്നതെങ്കിൽ 100% പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റീപേയ്മെന്റ് നടത്തുന്ന സമയത്ത് 20,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന സമയത്തും 100% പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു. 20,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ആയിട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങുകയാണെങ്കിൽ 100% പെനാൽറ്റി. അതുപോലെ തന്നെ 20,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ റെന്റൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്ന സമയത്തും 100% പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പണം ബ്ലാക്ക് മണിയാണോ വൈറ്റ് മണിയാണോ എന്ന കാര്യത്തിൽ അതിവിടെ മാറ്ററേ അല്ല. എന്ത് തരത്തിലുള്ള എമൗണ്ട് ആണെങ്കിലും 20,000 രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട എമൗണ്ടിന് മുകളിൽ നിങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻകം ടാക്സിന്റെ പുതിയ നിയമപ്രകാരം ഏപ്രിൽ 1 തൊട്ട്. അതുപോലെ തന്നെ ബിസിനസ് ക്യാഷ് എക്സ്പെൻസസിന്റെ കാര്യത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഒരു ബിസിനസ് 10,000 രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസം ഒരു വ്യക്തിക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സെക്ഷൻ 36 പ്രകാരം ആ ഒരു ചിലവ് ഡിസ്അലൗഡ് ആയിട്ട് കാണിക്കും. ഇതിന്റെ ഫലമായി സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നു, കൂടുതൽ ടാക്സും കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. സോ ഏപ്രിൽ 1, 2026 തൊട്ട് ടാക്സ് നിയമത്തിൽ ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. 2026 ഏപ്രിൽ 1 തൊട്ട് ഈ നിയമങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ആവാൻ പോകുന്നത്. നിങ്ങളൊരു നോർമൽ വ്യക്തിയാണെങ്കിൽ പോലും, നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് ട്രാൻസാക്ഷൻ സ്ഥിരമായി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡിറ്റോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ അഡ്വൈസർമാരുമായിട്ട് സംസാരിക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബോസ് വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ് വാല, ബി ദ ബോസ്.